വഴി കൂടെ പോണത്. രണ്ട് സൈഡിലായിട്ട് തെങ്ങ്, പിന്നെ ഗ്രാമം, കൃഷി, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കണ്ടോണ്ടല്ലോ. അവിടെ ഇലക്ട്രിക് ലൈൻ ഉണ്ടല്ലോ, ചാടൂല. ചാടിയ നമ്മളുടെ കാര്യം പുലി നോക്കി. ഇവിടെ ഫുൾ തേക്കന്നെയാ. കുട്ടൂസ് സൈഡിൽ നോക്കിയോ പുലി ഉണ്ടെന്ന്. ഓ അവിടെ മാനുണ്ട്, ഇഷ്ടം പോലെ മാന്. ഇവിടെ എന്തായാലും മാന തീർച്ചയായും നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മളുടെ സാധനം, അതാണ് JLR കിങ്സ്. നമ്മളീ വന്നിരിക്കുന്നത് നാഗർഹോളയിലുള്ള JLR കിങ്സ് സാങ്ച്വറിയിലാട്ടോ. ആഫ്രിക്കയിൽ നമ്മൾ ഒരുപാട് സഫാരി ചെയ്തിട്ടുണ്ട്, ഒരുപാട് മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ ഇന്ത്യയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനൊരു വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഈ JLR കിങ്സ് റിസോർട്ടിൽ വന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി. പുറമേന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. JLR കിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ്. ഇവർക്ക് കാർട്ടിൻ്റെ ഇതൊക്കെ ഉണ്ട്, അതാണ് ഇവിടെ നമ്മൾ ചുമക്കേണ്ട ആവശ്യം വരില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. ഇതിനെ ഇറക്കിയേ, ഇത് ഇവിടെ സ്റ്റക്കാ. ആ ഇവര് സൈറ്റിങ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. താങ്ക് യു. ലൈം ജ്യൂസ് കിട്ടിയിട്ടോ. ഇപ്പം നമ്മളിവിടെ വന്ന് കയറി. നമുക്ക് ഫുഡ് കഴിക്കാൻ പോയത്. ഇത് ആക്ച്വലി നാഗർഹോള ടൈഗർ റിസർവ് ആട്ടോ. അതിലെ JLR എന്ന് പറഞ്ഞ കിങ് സാങ്ച്വറി എന്ന് പറഞ്ഞ അക്കോമഡേഷനാണ്, റിസോർട്ടാണത്. നിങ്ങൾ നമ്മളുടെ കഴിഞ്ഞ 2-3 വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ദുബാര എലിഫന്റ് ക്യാമ്പായിരുന്നു വിസിറ്റ് ചെയ്തത്. അവിടെ ദുബാര എലിഫന്റ് ക്യാമ്പിൽ വെള്ളത്തോടടുത്തുള്ള ഒരു അക്കോമഡേഷൻ ആയിരുന്നു. പിന്നെ അവിടെ എല്ലാ ദിവസവും നമുക്ക് ഒരു സഫാരി ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതെല്ലാം പ്രൊവൈഡഡ് ആണ്, എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പാക്കേജ് ആയിരുന്നു. ആ ഫുൾ പാക്കേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുമുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നാഗർഹോളയിലാണ്. നാഗർഹോള എന്ന് പറഞ്ഞാൽ മൈസൂരിൽ നിന്ന് 1 മണിക്കൂറും, പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരികയാണെങ്കിൽ 4 മണിക്കൂറാണ് എടുക്കുക. അപ്പോൾ ഇവിടെയും നമുക്ക് എല്ലാ ദിവസവും ഫുഡ് ഉണ്ട്, 3 നേരം ഫുഡും ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ഗെയിം ഡ്രൈവും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് കാണാം കേട്ടോ. ദുബാര എലിഫന്റ് ക്യാമ്പിൽ പോയിട്ട് നമ്മൾ ആനേനെയൊക്കെ കുളിപ്പിച്ച് വളരെയധികം ഭയങ്കര രസമുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ തിരിച്ചിട്ട് ഇവിടെ വന്നപ്പോഴേക്ക് ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. സോ നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാനാണ്, ചെക്ക് ഇൻ ചെയ്യുക, പിന്നെ ലഞ്ച് കഴിക്കുക. അപ്പോൾ ഈ ഐറ്റംസൊക്കെയാണ് ലഞ്ചിന് ഉണ്ടായിരുന്നത്. ആക്ച്വലി സ്പീക്കിംഗ് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ദുബാര എലിഫന്റ് ക്യാമ്പിലാണെങ്കിലും വളരെ നല്ല ഫുഡായിരുന്നു. എനിക്ക് ഫാമിലിയുടെ ഒപ്പം പോയിട്ട് ഫുള്ള് നേച്ചറിലുള്ള ഈ സഫാരിയൊക്കെ ചെയ്യണം ഒരു ട്രിപ്പ്, അത് ഇന്ത്യയിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് എടുത്തത്. പക്ഷേ ദുബാര എലിഫന്റ് ക്യാമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടായിരുന്നു. അപ്പോൾ നമുക്ക് നാഗർഹോള എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി ഇത് സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഫുൾ വെജ് ആട്ടോ. ഈ സെക്ഷൻ മൊത്തം വെജാണ്. ഇനി ഇതെന്താ, ഇത് സേമിയ പായസം. ഇവിടെ സേമിയ പായസം ഉണ്ടാവും. ദെൻ ഇവിടെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ ചിക്കൻ കബാബ് ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മളെ റൂമിൽ പോയിട്ട് എനിക്ക് നോക്കാട്ടോ റൂം എങ്ങനെയുണ്ടെന്ന്. ഫുഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പായസം നമ്മുടെ റൂമിലേക്ക് പോകുമ്പോഴാണ് അതെ സ്വിമ്മിംഗ് പൂൾ. അവിടെയാണ് സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞത്.
campfire with oil and meat. ഇവിടെ ക്യാമ്പ് ഫയർ Sir, you book to today standard package. Or upgrade to Maharaja. Weekday, no? Yeah, weekday. Only you are on whole family there. നമ്മളപ്പോൾ മുകളിലേക്ക് കയറി നമ്മൾ ആക്ച്വലി ബുക്ക് ചെയ്തത് സ്റ്റാൻഡേർഡ് പാക്കേജാണ്. പക്ഷെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് തന്നു മഹാരാജയിലേക്ക്. ഇത് മഹാരാജ റൂമാണ്. ഇത് മഹാരാജ റൂം ഇത്രയും വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നല്ല സ്പേസിങ് ഉണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഫ്രിഡ്ജ് ഉണ്ട്, TV ഉണ്ട്. So this is a constant. ഇവിടെ വേണ്ട ഇങ്ങനെ നെറ്റ് വെച്ചിട്ടുണ്ട്, ഊഞ്ഞാലാടണം നെറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് കയറിയല്ലോ ഉള്ളൂ. എല്ലാവിടെയും ഉണ്ട് ഈ ഹാമൊക്കെ വെച്ചാണ് അത്. ഇപ്പം നമ്മൾ സഫാരിക്ക് പോവാണ്. നമ്മൾ വന്ന് ഫുഡ് നമ്മൾ ആക്ച്വലി ഒരു 12 മണിക്ക് എത്തേണ്ടതാണ്. പക്ഷേ ആനേനെ ഉഴിഞ്ഞും തഴുകിയും ഫോട്ടോ എടുത്തൊക്കെ സമയം പോയാൽ 2.5 മണിക്കൂർ പോയി. എന്തേ ഇവിടെ ഉണ്ടല്ലോ കേട്ടോ, അവിടെ ഡോഗി എടുപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഓറേഷൻ കണ്ടാൽ നമുക്ക് കടി തരാൻ വരും. കുട്ടപ്പോഴേക്ക് ഇതിൽ ഞാൻ വന്നിട്ടുണ്ട്. Oh, but hammocks are very dangerous. നല്ല ഏരിയ കേട്ടോ. നമ്മൾ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുഴയുടെ കാവേരിൻ്റെ തീരത്തായിരുന്നല്ലോ. ഇതെന്ന് പറഞ്ഞാൽ വേറൊരു നല്ലതാ, പഴയതാ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയോടെ മെയിൻറ്റെയിൻ ഉണ്ടാവും നന്നായിട്ട്. വണ്ടി വന്നട്ടോ, ഈ 2 വണ്ടിയിലാണ് നമ്മൾ പോണത്. മനസ്സിലായോ? നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തതാ. നാവങ്കി പിന്നെന്തെല്ലാം അങ്കൂർന്നാണ് പറയുക. ലങ്കൂർന്നാണ് പറയാ. ശരിക്കും മനുഷ്യന്റെ പോലത്തെ ഫേസ്. നമ്മളിപ്പോഴും റിസർവ് ഫോറസ്റ്റിലേക്ക് എത്തിയിട്ടാ. ഭയങ്കര കുലുക്ക റോഡ് മഹാമോശം. ബസ് സർവീസിന്റെ ടൈമുണ്ട്. ഇതൊരു ബസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരുടെ ക്വാർട്ടേഴ്സ് ആയിട്ട് ഇതൊക്കെ ഫ്രണ്ടിലൊരു ടൈഗറിനെ കാണുന്നതാണ് എൻ്റെ ആഗ്രഹം. ടൈഗറിനെ കാണണം. ഓ ഇവിടെ ലെപ്പേർഡ് ഉണ്ട് കുട്ടിച്ച്. ലെപ്പേർഡ് മാനുകളുടെ കൂട്ടമുണ്ട്. മാനുകളുടെ കൂട്ടം വണ്ടി പോണല്ലോ. ഈ മാനുകൾ കൊമ്പ് വെൽവെറ്റ് ഉണ്ട്. വെൽവെറ്റ് ന്യൂ ആണ്. സോ ഗണ്ണോ ഒന്നുണ്ടാവും. പേര് മാറ്റി പറ്റിക്കലമ്മന്ന് മാറ്റേണ്ടി.
കേട്ടോ അവരുടെ വീടാണ് ഈ കാണുന്നത്. ട്രൈബൽ ഏരിയയിലുള്ള ആൾക്കാരുടെ വീട്, പിന്നെ ഫോറസ്റ്റുകാരുടെ വീട്. ക്യാമറ വെച്ചിട്ടുണ്ട്. ആദിവാസികളാട്ടാ ഈ പോണത്. എന്തായാലും നമ്മളിവിടെ വന്നപ്പോഴേക്കും ഒരു ലോഡ് മാന്. ഒരുപാട് മാനുണ്ട്. തേക്ക് മരങ്ങളാട്ടോ. ഫുൾ പണ്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണ് മാന്. നമ്മള് മനുഷ്യന്മാരെന്നെ നട്ട്. ഇതില്ലേ ചെറിയ മരങ്ങളൊക്കെ. പക്ഷെ ഫുള്ള് തേക്ക് മരങ്ങൾ. തേക്ക്, റോസ് വുഡ്, 2 മരങ്ങൾ. പക്ഷെ ഇതൊന്നും വെട്ടൂല. അച്ഛാ അതേ ഒരു ലോഡ് മാൻ. യൂറ്റിങ്ങൾക്കുണ്ടല്ലോ ഒരു ആണും ബാക്കിയൊക്കെ പെണ്ണുങ്ങളെ ഇന്ത്യ മാത്രമായിരിക്കും. ഇവനെ തോപ്പിച്ചാൽ മാത്രമേ ഇനി പെണ്ണുങ്ങളെ വേറെ ആർക്കും കിട്ടുള്ളൂ. അത് കുട്ടിയേക്കുള്ളൂ. വന്നിട്ട് ജസ്റ്റ് അങ്ങോട്ട് കയറിപ്പോയി. എല്ലാവരും ആനേനെ കണ്ട് നിൽക്കണം. എന്നിട്ട് നമ്മൾ കുറേ ആനേനെ കണ്ടായിരുന്നു. ഒരു ലോഡാണ്. ഇത് വൈൽഡ്. ഇത് ഒറ്റയാനായിരുന്നു കേട്ടോ. അപ്പൊ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പൊ തന്നെ കയറിപ്പോയി. ഇല്ല, ലോരാണ് എവിടെയെങ്കിലും കാണും. ഇതേ നിൽക്കണ ഒരുത്തന്നെ ഒരു കൊമ്പ് മാത്രമേ ഉള്ളൂ. കണ്ടോ? അതിന്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് മുന്നിലേക്ക് എടുക്കാൻ പറയാം.
സ്റ്റോപ്പ്. ടൈഗറിനെ കാണാൻ പറ്റില്ല, പക്ഷെ ടൈഗറിന്റെ കാൽപ്പാട് എന്തായാലും ടൈഗർ ഇവിടെ ഉണ്ട്. ടൈഗർ ഹേ. കീരിയാണോ? കീരിനെ കണ്ട് ഞാൻ ആദ്യമായിട്ട് കീരിനെ കാണുന്നത്. കീരി പോയതല്ലടി, അത് ഇതിന്റെ പെണ്ണാണത്. അല്ല, അതൊരു ബ്രൗൺ കളറാ. പീകോക്ക് അല്ലേ? പീഹന്നല്ല, പീകോക്കെ. നമ്മള് കുലുങ്ങി ചാവാറായിട്ടുണ്ട്. പേര് സാമ്പാ ഡിയറാണ്. ഇത് വലിപ്പമുള്ള മാന, സാമ്പ മാന ഡിയർ. ടൈഗറിന്റെ സെൻസറായി കാണുന്നു. രണ്ടെണ്ണം. അങ്ങനെ നമ്മൾ 2 മയിലുകളെ കണ്ടിരിക്കുകയാണ്. ഇവിടെ മയില്, മാന്, വേറെ ഒരു തരം മാനുകളൊക്കെ കൂടുതലുണ്ട്. ഭീകരമായ കുഴി, ലോകത്തിലില്ല ഇങ്ങനെ ഒരു കുഴി നമ്മൾ കണ്ടിട്ടില്ല. വല്ലാത്ത ജാതി കുഴി വരുന്നുണ്ട്, വല്ലാത്ത ജാതി. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഒന്നും പോയിട്ടൊന്നും കാര്യമില്ല ചേട്ടാ, അതൊന്നും കാണാനില്ല. ഇവിടെ പോയിട്ട് ഒരു കാര്യമില്ല ചേട്ടാ. വേണമെങ്കിൽ നേരെ പോയി പുലിയെ നോക്കാന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലേ, ആ സൈഡിലായിട്ട് 4 പുലി. ടൈഗർ റിസർവായിട്ട് നമ്മൾ ടൈഗറിനെ ഒന്നും കണ്ടിട്ടില്ല. മാനുകളൊക്കെ ഇവിടെ ഒരു പേടിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബസ് വരുന്നു. ഒന്നുമില്ല, തിരിച്ചതാണ്. ബസ് വന്നപ്പോഴേക്കും ബസ്. അയ്യോ, ഈ ചേട്ടൻ നമ്മളെ കൊല്ലം കൊണ്ടുപോയി. കോറിനോട് കാല് പൊക്കി കാണിക്കാൻ പറയും. സോക്സ് ഇട്ടിട്ടുണ്ട്. കോറൻ മൊത്തം റെഡ് കളർ. ഞാനിങ്ങനെ ആലോചിക്കുന്നത് കൊണ്ടാക്കിയതിന് അങ്ങനത്തെ ഒരു സൂര്യപ്രകാശത്തിൽ ഇതൊരു റെഡ് ഫോറസ്റ്റ് ആയിട്ടുണ്ട്. അതിനെ പേടിപ്പിച്ച്, മാനുകളെ പേടിപ്പിച്ച്
വേണ്ട ഉടുമ്പ് നമ്മളുടെ വണ്ടിയുടെ തൊട്ട് മുന്നിൽ ഉടുമ്പ് വന്നു. പിന്നെ ബോഡി ഞാൻ പറയുന്നത് കമ്മോഡറാകണം എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കമ്മോഡറാകണം. നമ്മളെല്ലാവരും ജാക്കറ്റ് വന്നിട്ട് കഴിഞ്ഞാൽ മറ്റേ അറബി പെണ്ണുങ്ങളെ വന്നിട്ട് ഒരു തട്ടം കണ്ണട വെച്ചുകൊണ്ടിരിക്കുന്ന തിരുമലയില്ലേ അറബി നാട്ടിലെ കൂറിയാണ്. അറബി നാട്ടിലെ കൂറി. നോക്ക് എന്തോരണം ഒരു ലോഡ് കോറുണ്ട്. ലോഡ് കോരും ഒരു മന്തി പിന്നെ കോറുകൾ പലവിധം. പാല് കുടിക്കണോ? കിടക്കുത്തപ്പൂ. ഇവിടെ ഇപ്പോ മറ്റേ ക്യാമ്പ് ഫയർ ഇട്ടിട്ട് വൈൽഡ് ലൈഫ് മൂവി വെക്കുവരെ. എല്ലാത്തിനും വേണം. കോപ്പി മനുഷ്യനെ പാലപ്പൻ നാരപ്പം കേർഡ് റൈസ്. എങ്ങനെയുണ്ട് കേർഡ് റൈസ്? നല്ലതാ. പിന്നെ കേർഡ് റൈസിന് കൂടെ എന്തോന്നും തിന്നല്ലോ, എന്തോ തിന്നല്ലോ. ആണോ? ചിക്കൻ ഫ്രൈ ആണോ? അതെങ്ങനെയുണ്ട്? നല്ലതാണ്. ഏത് ഇഷ്ടപ്പെട്ടെ? ദോബാര എലിഫന്റ് ക്യാമ്പാണോ ജയിലാർ കിങ്സ് സാങ്ച്വറി ആണോ? ഏതാ ഇഷ്ടപ്പെട്ടത്? ദോബാരയാണ് നല്ലത്. നമ്മുടെ സർവീസ് ഭയങ്കര സർവീസ്. നമ്മൾ കാട്ടിലെത്തിയ ഒരു ഫീലിംഗ് ഉണ്ടായത് അവിടെയാണ്. ഇവിടെ അത്രയ്ക്കൊന്നും നമുക്ക് തോന്നില്ല. പിന്നെ അവര് സർവീസ് ആൾക്കാര് ഈവൻ നമ്മള് വാക്കിന് പോയി നേച്ചർ വാക്കിന് പോയത് എന്തോരം കാര്യങ്ങൾ അയാൾ പറഞ്ഞു എന്നിട്ട് നമുക്ക് ബോറടിക്കായിരുന്നു. നാഗരാജ് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളവിടെ പോവാണെങ്കിൽ ആ പുള്ളീനെ പിടിച്ചാൽ മതി കേട്ടോ. നാഗരാജ് എന്നാണ് അയാളുടെ പേര്. അപ്പൊ അയാൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫോട്ടോ എടുക്കാൻ ആനയുടെ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുപ്പിക്കാനൊക്കെ ആശാനെ കുറെ സഹായിച്ചായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ആ ഡ്രൈവറ് സഫാരിക്ക് പോകുന്ന ഡ്രൈവറ് അയാൾ നമ്മളുടെ മൃഗങ്ങളെ പറ്റിയിട്ട് ഒരു വായ തുറന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഭയങ്കര സ്പീഡിൽ ഓടിക്കുക. അതുകൊണ്ട് നമ്മളെന്നിട്ട് പറയായിരുന്നു F1 കാർ റേസിംഗിന്റെ ആൾക്കാരെയാണ് ഇവര് സഫാരിക്ക് വേണ്ടിട്ട് ഇവിടെ ഓടിക്കാൻ കൊണ്ടുവന്നത്. ശരിക്കും അത്ര സ്പീഡില്ല. അത് ബാക്കിലിരിക്കുന്ന ആളൊക്കെ തെറിച്ചോ ആദ്യം സ്പീഡായിരുന്നു. ഞാൻ എന്തായാലും അവരോട് പറഞ്ഞിട്ടുണ്ട്, ആ റിവ്യൂസിൽ കൊടുത്തിട്ടുണ്ട്. സോ ജയിലാർ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദോബാര എലിഫന്റ് ക്യാമ്പ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 day ട്രിപ്പെങ്കിലും എടുത്ത് കാണാൻ നല്ല അടിപൊളി സ്ഥലം. ബോട്ട് റൈഡ് ഉണ്ട്. പിന്നെ അതിൽ മറ്റു സാധനം ഉണ്ടായിരുന്നില്ലേ, വേറെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവിടെ. വെള്ളത്തിക്കൂടെയുള്ള റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയില്ല, നമുക്ക് അതിന് സമയം ഉണ്ടായിരുന്നില്ല. സോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉണ്ടാവുക. അപ്പൊ എല്ലാ സപ്പോർട്ടും ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ നിങ്ങളുടെ ഐശ്വര്യ. ഇത് വായിക്കുള്ളവരെല്ലാവരും. അപ്പൊ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ